ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള തന്ത്രിയുടെ സാന്നിധ്യം ഓൺലൈനിലൂടെയാണ് കോടതിയിൽ സാധ്യമാക്കിയത്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, വീണ്ടും തന്ത്രിക്ക് റിമാൻഡ് വിധിക്കുകയാണ്. നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക്, തന്ത്രി വീണ്ടും അകത്തേക്ക്. വിവരങ്ങൾ. ഇപ്പോൾ 2 കേസുകളിലുമാണ് ഈ തന്ത്രിയെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത്. അതായത് തന്ത്രി ആദ്യം ഒരു കേസിൽ അറസ്റ്റിലാകുന്നു, പിന്നീട് രണ്ടാമത്തെ കേസിലും പ്രതിയാകുകയാണ്. അതിനുശേഷം തന്ത്രിയെ പലതവണ കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അതായത് കഴിഞ്ഞ റിമാൻഡ് എക്സ്റ്റൻഷന് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്നു. അതോടൊപ്പം തന്നെ ശാരീരിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആശുപത്രിയിൽ ചികിത്സയിലൊക്കെ ആയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഓൺലൈനായി തന്ത്രിയെ ഹാജരാക്കിയത്. അതോടൊപ്പം തന്നെ ഇരു കേസുകളിലും തന്ത്രി സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി വരും ദിവസങ്ങളിൽ, അതായത് 9-ാം തീയതിയോടുകൂടി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരിഗണിക്കുന്ന ജാമ്യാപേക്ഷയിൽ കൃത്യമായും തന്ത്രി പറഞ്ഞിട്ടുള്ളത് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലല്ലാതെ ഇത്തരത്തിൽ നടന്നിട്ടുള്ള കവർച്ചയുമായി ബന്ധപ്പെട്ട് തനിക്ക് പങ്കില്ല എന്നുള്ളതാണ്. അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതിഭാഗം വാദം ഉന്നയിക്കുക. എന്തായാലും ഈ വാദം പൂർണ്ണമായും കേട്ട ശേഷമാകും ഈ ജാമ്യഹർജികൾ കൃത്യമായും കോടതി വിധി പറയുക. അഥവാ ജാമ്യഹർജികൾ തള്ളുകയാണെങ്കിൽ മേൽക്കോടതി, അതായത് ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തന്ത്രിയുടെ അഭിഭാഷകൻ്റെയൊക്കെ തീരുമാനം. എന്തായാലും റിമാൻഡ് കാലാവധി ഇപ്പോൾ 14 ദിവസത്തേക്കാണ് വീണ്ടും നീട്ടി നൽകിയിട്ടുള്ളത്. ശരി, തന്ത്രി വീണ്ടും റിമാൻഡിലാവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.